തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അനിഷയുടെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിലാണ് ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നത്. MS ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, നമ്മളെല്ലാവരും ഞെട്ടിത്തരിച്ച ഒരു സംഭവമായിരുന്നു ഇത്. രാത്രി ഒരു പുലർച്ചെ കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി വരുന്നു ഭവിൻ. അത് കഴിഞ്ഞ് വെളിപ്പെടുത്തലുകളൊക്കെ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ അനിഷയുടെ വീട്ടിൽ ആദ്യത്തെ പ്രസവം അത് ശുചിമുറിയിലായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചിട്ടു, അല്ലെങ്കിൽ കൊന്നതിന് ശേഷം കൊലപാതകമാണ് രണ്ടാമത്തെ കുഞ്ഞിനെന്ന് സംശയിക്കുന്നുണ്ട്. എവിടെയാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്? പ്രതികൾ കൂടെയുണ്ടോ? അന്വേഷണ സംഘത്തിന്റെ ഒപ്പമുണ്ടോ? ഇല്ല, പ്രതികൾ ഇപ്പോൾ ഇല്ല. അനീഷയുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത്. അനീഷയുടെ വീടിൻ്റെ പറമ്പിൽ തന്നെയാണ് ആദ്യത്തെ കുഞ്ഞിനെ, ഈ ശുചിമുറിയിൽ വെച്ച് പ്രസവിച്ചതിന് ശേഷം ആദ്യത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ടത് എന്നുള്ളതാണ് നിലവിൽ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. ഇന്നലെ തെളിവെടുപ്പിനെ എത്തിച്ച സമയത്തും അനീഷ ഇത് തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. ഈ സ്ഥലം ഇന്നലെ തന്നെ കാണിച്ച് കൊടുത്തിട്ടുമുണ്ടായിരുന്നു. അതായത് എവിടെയാണ് ഈ കുഴിച്ചിട്ടിരുന്നത് ഈ കുഞ്ഞിനെ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അനീഷ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2021 നടന്ന സംഭവമായതിനാൽ തന്നെ ഇപ്പോൾ ഇവിടെ പരിശോധന എത്രത്തോളം ഫലം കാണുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് സംശയം. പക്ഷേ അതേസമയം തന്നെ കുഞ്ഞിൻ്റെ മുടിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരടങ്ങുന്ന സംഘവും ഫോറൻസിക് വിഭാഗത്തിൽ നിന്നുള്ള വിവരവും. അതിനോടൊപ്പം തന്നെ 2021 നവംബർ മാസം 6-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യ പ്രസവം നടക്കുന്നതും ഈ കുഞ്ഞിനെ കുഴിച്ചിടുന്നതും ഒക്കെ തന്നെ ആ ഒരു ദിവസമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ 2011 നടന്ന സംഭവമായതിനാൽ തന്നെ അത്തരത്തിൽ ഈ ഇവിടെ ഇപ്പോൾ പരിശോധനകൾ നടക്കുന്ന സമയത്ത് എത്രത്തോളം അതിൽ നിന്ന് കുഞ്ഞിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമാകും. ഈ സംഭവത്തെക്കുറിച്ച് അന്ന് ഇങ്ങനെ കാര്യങ്ങൾ അറിയായിരുന്നു, പോലീസിനോട് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അന്ന് അവിടെ ചുമതലയിലുണ്ടായിരുന്ന പോലീസുകാരിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? അന്ന് ഈ വന്ന നാട്ടുകാരിൽ നിന്ന് വന്ന പരാതിയെക്കുറിച്ചൊക്കെ? അതായത് അന്ന് പരാതി എന്ന് പറയുന്നത് ഈ ഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർക്കെതിരെ ഈ അനീഷയാണ് പരാതി നൽകിയത്. അനീഷയെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോലീസിൽ അനീഷയാണ് പരാതി നൽകിയത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ഗിരിജ അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള കോഴിക്കൂടിന് സമീപം ബക്കറ്റിൽ എന്തോ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നതായി കണ്ടു എന്നുള്ളത് പറയുന്നത്. പക്ഷെ അന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അത്രത്തോളം സീരിയസ് ആയ ഒരു വിഷയമായി അവരെടുത്തിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പോലും ആർക്കും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്ന് കണ്ടു എന്ന് പറയുന്ന ഗിരിജയ്ക്കും എന്താണ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്കും അറിയില്ലായിരുന്നു. അവരതും പോലീസിനോട് അത് തന്നെയാണ് പറഞ്ഞത്. കുഴി കുത്തുന്നത് കണ്ടു, ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നത് കണ്ടു എന്നുള്ളത് മാത്രമാണ് ഗിരിജയും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാര്യങ്ങളൊന്നും തന്നെ ആർക്കും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അക്കാര്യത്തിൽ അന്ന് ഗിരിജയെ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രണ്ട് വീട്ടുകാരും തമ്മിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് വിട്ടയക്കുക മാത്രമാണ് ചെയ്തത്. അതല്ലാതെ അന്ന് ഒരു അന്വേഷണമോ കേസെടുക്കലോ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇന്നിപ്പോൾ ഈ ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിൽ ഫോറൻസിക് ഡോക്ടർ ആയ ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. അപ്പോൾ ഈ പരിശോധനയിൽ 2021 നടന്ന സംഭവത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള തുമ്പ് ലഭിക്കുമോ എന്നുള്ളതാണ്. ശാസ്ത്രീയ പരിശോധനകൾ അത്യാവശ്യമാണ് ഈ ഒരു കേസിൽ. കാരണം കൃത്യമായി ഇതിൽ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയില്ല. അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളും ഈ ശാസ്ത്രീയ തെളിവുകളുമാണ് ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ കോടതിയിലെത്തുമ്പോൾ ഫലം നൽകുന്ന ഒരു തെളിവായി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ വെളിപ്പെടുത്തൽ അത് കൃത്യമാണ് എന്ന്. അസാധാരണമായ സംഭവമാണ്. പലതരത്തിലുള്ള ക്രൈം വാർത്തകളൊക്കെ നമ്മൾ ഈ കാലയളവിൽ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ പറയുന്ന അനീഷയുമായി അകന്നു, അതിന്റെ പേരിൽ മദ്യപിച്ച് അതിന്റെ ലഹരിയിലാണ് ഈ കുഞ്ഞിന്റെ അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഭവിൻ എത്തുന്നത്. അത് കഴിഞ്ഞ വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ കേരളം മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. 2021 ആദ്യത്തെ പ്രസവം. അന്ന് പ്രസവിച്ചത് ജീവനില്ലാത്ത കുഞ്ഞിനെയാണ് എന്നാണ് സംശയിക്കുന്നത്. രണ്ടാമത്തേത് ജീവനുള്ള കുഞ്ഞായിരുന്നു, കൊലപ്പെടുത്തിയിട്ടാണ് കുഴിച്ചു മൂടിയതെന്നും സംശയിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തായാലും വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഈ സാക്ഷിമൊഴികളോ ദൃക്സാക്ഷികളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്.